ഏതെങ്കിലും വിഷയത്തിൽ പരാജയപ്പെട്ട് വർഷങ്ങളായിട്ട് നമുക്കതിനൊരു മറുപടി ലഭിക്കുന്നില്ല, അതിൽ നിന്നൊരു മോചനം നമ്മൾക്കതിൽ നിന്ന് ഓവർകം ചെയ്തു വരാൻ സാധിക്കും. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. വേഗം വരുമെന്നാള് ചെയ്തവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. എക്സൽ മീഡിയയുടെ ഇന്നത്തെ ചിന്ത എന്ന പ്രോഗ്രാമുമായിട്ട് ദൈവത്തിന്റെ വചനവുമായി അല്പസമയം ആയിരിക്കാൻ ദൈവം അടിയനെ ഉപയോഗിച്ച കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കട്ടെ, ആശ്വാസമായി തീരട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായമാണ്. വായിപ്പാൻ ആരുമില്ലാത്തവർക്കായി ഒരാശ്വാസ വചനവുമായാണ് ആദ്യ വാക്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യോഹന്നാൻ 14-ന്റെ 1-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അപ്പോൾ യേശു കർത്താവിന് അറിയാം വചനം ഇത്രയെങ്കിലും പഠിക്കുന്നുണ്ട് എങ്കിലും, നമ്മൾ വചനത്തിൽ അടിയുറച്ചവരാണ് എങ്കിലും ഇടയ്ക്കൊന്ന് നമ്മളുടെ ഹൃദയം കലങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അല്പനിമിഷമെങ്കിലും എന്തുകൊണ്ട് എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരമില്ല, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്നൊക്കെ കലങ്ങി നമ്മൾ വിഷമിച്ചിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് യേശു കർത്താവ് പറയാണ്. എങ്കിലും ആ വിഷയങ്ങളുടെ മധ്യത്തിൽ കലങ്ങേണ്ട എന്ന ഒരു ആശ്വാസ വചനവുമായിട്ട് നമുക്ക് 1-ാം വാക്യം തന്നെ തുടങ്ങാം. തുടർന്ന് നാം പഠിക്കുമ്പോൾ അപ്രകാരം ആശ്വാസവുമായി യേശു ക്രിസ്തു എത്തുന്ന അനേക സന്ദർഭങ്ങളും കാണാൻ സാധിക്കുന്നു. ഈ ലോകത്തിൽ ആർക്കും തരാനാവാത്ത ഒരു സന്തോഷം, സമാധാനം തരാൻ നമ്മുടെ യേശുവിൻ്റെ മാറിന് മാത്രമേ കഴിയത്തുള്ളൂ എന്നും കൂടെയാണ് ഈ അധ്യായത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ നമ്മളുടെ വിഷയങ്ങൾക്ക് പരിഹാരം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഒറ്റ ഒരു മാർഗവുമുള്ളൂ: അടിയുറച്ച ദൈവത്തിലുള്ള വിശ്വാസം. ദൈവം എന്നെ സഹായിക്കും, ദൈവത്തിൽ ആശ്രയിച്ചാൽ എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായി കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു കർത്താവ് എൻ്റെ വിഷയങ്ങൾക്ക്, എൻ്റെ കുടുംബത്തിലെ, എൻ്റെ രാജ്യത്തിൻ്റെ, എൻ്റെ സഭയുടെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ എൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു ഇറങ്ങി വരും. ആ വിഷയങ്ങൾക്ക് പരിഹാരം ദൈവം തന്നെ നൽകി തരുമെന്ന അടിയുറച്ച വിശ്വാസമുണ്ട് എങ്കിൽ, ആ വിശ്വാസത്തിന് പ്രകാരം നമ്മൾ ജീവിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എങ്കിൽ ആ വിഷയത്തിന്മേൽ നമ്മൾക്ക് ജയം കണ്ടെത്താനാകും എന്ന ഒരു അഡ്വൈസും കൂടെ ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. നമ്മളുടെ പിൻകാലങ്ങളൊക്കെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്കൊരു യോഗ്യതയുമില്ല. പാപത്തിൻ്റെ കുഴിയിൽ പെട്ടുപോയിരുന്നവരാണ് നമ്മൾ. എങ്കിലും നമ്മളെ ഇത്രത്തോളം സ്നേഹിക്കുന്ന, നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ നമുക്ക് ഊറ്റി തരുവാൻ മനസ്സ് കാണിച്ച ഒരു ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മൾക്ക് പ്രാർത്ഥിപ്പാൻ ഒരു അവസരം ലഭിച്ചത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ ഒരു വലിയ ഭാഗ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾക്കൊരു യോഗ്യതയും ഇല്ലാതെ കിടന്ന നമ്മളുടെ പല അവസ്ഥകളിൽ ദൈവം നമ്മളെ കരപിടിച്ച് ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്നു, നമ്മളുടെ ആവശ്യങ്ങളുടെ മധ്യേ പ്രവർത്തിച്ചു എന്ന് നമുക്ക് ആശ്വസിക്കാം. അവൻ ഇനിയും നമ്മളുടെ വിഷയങ്ങൾക്ക് വേണ്ടി യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് അവൻ്റെ പുത്രൻ എന്ന പദവി, ഒരു മകൻ എന്ന പദവി തന്ന് നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതിൽ ഒരു കാര്യം കൂടെ നമുക്ക് ചേർത്ത് പറയുകയാണെങ്കിൽ, നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ പരാജയപ്പെട്ട് വർഷങ്ങളായിട്ട് നമുക്കതിനൊരു മറുപടി ലഭിക്കുന്നില്ല, അതിൽ നിന്നൊരു മോചനം നമ്മൾക്കതിൽ നിന്ന് ഓവർകം ചെയ്തു വരാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു കാര്യം മാത്രം നാം ആലോചിച്ചാൽ മതി: ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം നമുക്കില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആ വിഷയത്തെ മറികടക്കാൻ സാധിക്കാത്ത വിധം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ആ വിഷയത്തിന് മേൽ ജയം നേടാൻ സാധിക്കാത്തവണ്ണം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എന്തെങ്കിലും പാപവശങ്ങൾ അതിന്മേൽ കിടപ്പുണ്ടോ എന്നും കൂടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മളുടെ കുറവുകളെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ നമുക്ക് ആ വിഷയത്തിന് മേൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. 14-ന്റെ 18-ാം വാക്യം ഇപ്രകാരം നാം വായിക്കുകയാണ്: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും.
ഈ ലോകത്തിൽ ആർക്കും ഉറപ്പ് പറയാൻ പറ്റാത്ത ഒരു വാക്യമാണിത്. ഞാൻ നിങ്ങളുടെ അടുക്കൽ, ഞാൻ നിങ്ങളെ ഒരു കാരണവശാലും അനാഥരായി വിടുകയില്ല. നമ്മുടെ ഈ ലോകത്തിൽ കാണുന്ന മാതാവ്, പിതാവ്, സഹോദരൻ, സഹോദരി, ഭാര്യ, ഭർത്താവ്, ഈ ബന്ധങ്ങളൊക്കെ വെറും ശാശ്വതമാണ്. നമ്മൾക്കൊരു രോഗം വരുമ്പോൾ, നമ്മളൊരു പ്രയാസത്തിലാകുമ്പോൾ, പ്രതിസന്ധിയിലാകുമ്പോൾ കൈവിടാൻ ഉള്ള ബന്ധങ്ങൾ മാത്രമേ ഇതുള്ളൂ. പലപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നത് നമ്മളിൽ നിന്ന് എന്തൊക്കെ ലഭിക്കുമെന്ന് കരുതിയിട്ടൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ നമ്മളുടെ സൗന്ദര്യം, നമ്മളുടെ പണം, നമ്മളുടെ വിദ്യാഭ്യാസം, എന്തെങ്കിലും പ്രതീക്ഷ കൊണ്ടായിരിക്കാം ഏത് ബന്ധവും നിലനിൽക്കുന്നത്. എന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന യേശു കർത്താവ് പറയുവാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എന്ത് പ്രതിസന്ധി വന്നാലും, നമ്മൾ ഏത് രൂപത്തിലാണെങ്കിലും ഭാവത്തിലാണെങ്കിലും ദൈവസന്നിധിയിൽ നമ്മൾ നിലവിളിക്കാൻ, പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല, നിന്റെ വിഷയത്തിന് ഞാൻ പരിഹാരം തരിക തന്നെ ചെയ്യുമെന്ന ഉറപ്പും കൂടെ 18-ാം വാക്യത്തിലൂടെ നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇന്ന് ത്രിയേക ദൈവം നമ്മുടെ കൂടെ ഉള്ളതുപോലെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഇടയിൽ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാൻ, നമ്മൾക്കൊരു ഉചിതമായ തീരുമാനമെടുക്കാൻ വേണ്ടി, നമ്മളെ നേർവഴിയിൽ നടക്കാൻ വേണ്ടി, നമ്മൾ പാപത്തെ വിട്ട്, രോഗത്തെ വിട്ട്, ഭാരങ്ങളെ വിട്ടൊഴിഞ്ഞ് ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് എന്ന ഒരു കാര്യസ്ഥനെയും കൂടെ പുത്രനായ ദൈവം നമുക്ക് വേണ്ടി തരുന്നുവെന്നും ഈ അധ്യായത്തിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയാണെങ്കിൽ നമ്മുടെ വിഷയത്തിന് മേല്, നമ്മുടെ ഭാരങ്ങളുടെ മേല് നമുക്ക് ദൈവത്തോട് അടുത്തിരിക്കാൻ ഉള്ള ഒരു പ്രത്യേകമായ എനർജി കൂടെ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നമുക്ക് തരുമെന്നും ഇതിൽ ഓർമ്മിപ്പിക്കുവാണ്. ആ കാര്യസ്ഥനെ നമ്മളുടെ ഉള്ളിൽ പ്രാപിക്കണമെങ്കിൽ, നമ്മളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥന് വരണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, വിശുദ്ധിയോടെ, വേർപാടോടെ, വചനാടിസ്ഥാനത്തിലുള്ള ജീവിതം നയിക്കുക കൂടെ നമ്മൾ ചെയ്യേണ്ടതാണ്. തുടർന്ന് 27-ാമത്തെ വാക്യം വരുമ്പോൾ ഇപ്രകാരം കാണുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. വളരെ നമ്മുടെ ഇന്ന് ഈ ലോകത്ത് നമുക്ക് വേണ്ടതായ ഒരു വിലപ്പെട്ട ഒരു വാക്യമാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നമ്മുടെ ചുറ്റുപാടും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സമാധാനമില്ലാത്ത, സ്നേഹമില്ലാത്ത, ഐക്യതയില്ലാത്ത, വളരെ പരിതാപകരമായ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ കേൾക്കാം. സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷം. എന്നാൽ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, നിങ്ങൾക്ക് സമാധാനം ഞാൻ തരും, നിങ്ങളുടെ ആവശ്യങ്ങളുടെ മുഖത്ത് ഞാൻ ഇടപെടും, പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ എല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും എന്ന ഉറപ്പ് നമുക്ക് ഈ അധ്യായത്തിലുടനീളം കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു ഉറപ്പ്, നമ്മളുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ നമ്മൾ എങ്ങനെയെല്ലാം നിൽക്കണം എന്നതും കൂടെ ഈ അധ്യായത്തിലുടനീളം കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം എപ്രകാരം നാം കണ്ടെത്താം, ദൈവത്തോട് എപ്രകാരം പ്രാർത്ഥിക്കാം, നമ്മൾക്ക് എന്തെങ്കിലും പ്രതികൂലം നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ഈ ഒരു അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം വരുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്രകാരം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് സമാധാനത്തിന് വേണ്ടി, നമ്മളുടെ വിഷയങ്ങൾക്ക് പരിഹാരങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതം നയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും ഒരുപോലെ സഹായിക്കുമാറാകട്ടെ.